ദേവി, പൂതനാവധം ദേവിയെ എത്ര തളർത്തിയിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം. ദേവിയുടെ പരിചാരികമാരിൽ ഒരാൾ കൂടിയായിരുന്നല്ലോ അവളും. ദേവി വിഷാദിക്കേണ്ടതില്ല. വൈകാതെ ദേവിക്ക് ആ സത്വാർത്ത ശ്രദ്ധിക്കാനാകും. അമ്പാടിയിലെ മായാവിയായ ഉണ്ണി വധിക്കപ്പെട്ടു എന്ന സത്വാർത്ത വെറുതെയല്ല, അസുരപ്പടയിലെ മഹാമായാവിയായ ഒരാളെ അമ്പാടിയിലേക്ക് അയക്കാൻ നാം തീരുമാനിച്ചത്. ശകടാസുരൻ അന്തക ശിശുവിനെ വധിച്ച് ഭോജകുലത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും അവൻ പാതയൊരുക്കും. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ശകടൻ, വിവരങ്ങൾ മന്ത്രി ധരിപ്പിച്ചില്ലേ? മഹാപ്രഭു, അടിയൊരു ശകടത്തിന്റെ രൂപം ധരിച്ച് അമ്പാടിയിലെത്തും. തക്കം പാർത്ത് ഒതുങ്ങി നിന്ന് ആ ഉണ്ണിയുടെ മേൽ കയറി ഇറങ്ങി ചതച്ചരയ്ക്കുവാനേ. മനുഷ്യന് അസാധ്യമായ കാര്യം. ആരയച്ചവനെന്ന് ആരും അറിയാതെ ശകടരൂപധാരിക്കിടയിൽ ഞെരിഞ്ഞമരും ആ മാധവ അവതാരം. പൊയ്ക്കൊള്ളൂ. അടിയൻ. നമസ്കാരം. യമുനാ നദീ തീരത്ത് ബ്രാഹ്മണർക്ക് കാൽകഴുകിച്ചൂട്ടും പണക്കിഴി ദാനവും ഉണ്ടെന്നങ്ങോട്ട് കേട്ട് വന്നതാന്ന് കൂട്ടിക്കോളൂ. എന്താ ഇപ്പൊ വിശേഷം? അപ്പോ ബ്രാഹ്മണശ്രേഷ്ഠൻ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലാലോ. നോം ഈ പരിസരവാസി അല്ലാലോ. നാം നന്ദഗോപൻ, അമ്പാടിയിൽ നന്ദഗോപൻ. ഇന്ന് എൻ്റെ മകൻ ഉണ്ണിക്കണ്ണൻ്റെ പക്കപ്പിറന്നാളാണ്. ഓ, നന്നായി. പക്കപ്പിറന്നാൾ ദിവസം ബ്രാഹ്മണർക്ക് അന്നദാനവും പണക്കിഴിദാനവും നടത്തിയ ബഹുപുണ്യായി. നന്നാവും. മകൻ ബഹുകേമനാവൂട്ടോ. നന്ദി ബ്രാഹ്മണശ്രേഷ്ഠ. ഓ, ഓരോ കോടി മുണ്ടുകൂടി അങ്ങോട്ട് ദാനം ചെയ്തിരുന്നെങ്കിൽ എല്ലാം തികഞ്ഞേനെ. കോടിമുണ്ട് അപ്പുറത്ത് ദാനം ചെയ്യുന്നുണ്ട് ബ്രാഹ്മണശ്രേഷ്ഠ. ഓ, അപ്പോ എല്ലാം തികഞ്ഞൂന്ന് സാരം. ഓ, നന്നായി വരും. രാമാനുജ, അടിയൻ. ബ്രാഹ്മണശ്രേഷ്ഠന് കോടിമുണ്ട് കൊടുക്കുന്നിടം കാട്ടിക്കൊടുക്കൂ. ഉത്തരവ്. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു. അമ്പാടിക്കണ്ണൻ ആനിലക്കണ്ണൻ ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു, ആനപ്പൂരത്തെഴുന്നള്ളുന്നു. കണ്ണനന്റെ മുതുകത്തിങ്ങനെ ഇരിക്കുമെങ്കിൽ ഈ യമുനാ നദി നീന്തിക്കയറാമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിനക്ക് മുതുകത്ത് വെച്ച് നീന്തി കളിക്കാനുള്ള കളിപ്പാട്ടല്ലേ എന്റെ ഉണ്ണിക്കണ്ണൻ. ഇനി എന്റെ ഊഴ ഉമ്മ. കണ്ണാ, ഇന്ന് നിന്റെ പക്കപ്പിറന്നാളാ. ഇങ്ങനെ പിറന്നാൾ ആഘോഷിച്ച് എന്റെ മോൻ കയറി അങ്ങ് വളർന്നേക്കല്ലേ. അതെന്താടി, ഉണ്ണിക്കണ്ണന് പിന്നെ വളരണ്ടേ? അവൻ പെട്ടെന്ന് വളർന്ന് കേമനായാലോ? പിന്നെ നമുക്കിങ്ങനെ മുത്തം കൊടുത്ത് ഓമനിക്കാൻ പറ്റൂടി? കൊള്ളാമല്ലോ. അപ്പോ എന്റെ ഓമന കുഞ്ഞ് വളർന്നു വലുതാകരുതെന്നാണോ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്? എന്നാ എന്റെ പൊന്നുകുട്ടൻ എത്രയും പെട്ടെന്ന് വളർന്നു വലുതാകണം കേട്ടോ. അപ്പൊ പിന്നെ അസുരന്മാരുടെ ആക്രമണം ഭയക്കണ്ടല്ലോ. ആകാശത്തോളം വളർന്നു വളർന്നു വലുതാകണം. യശോദാമ്മേ, കണ്ണനെ കുറച്ചു നേരം ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ?
മതി തോഴിമാരെ, മതി. എല്ലാരും കൂടി മാറി മാറി കൊഞ്ചിച്ച് കണ്ണനാകെ തളർന്നിരിക്കുന്നു. ഇന്നിത് മതി. കുഞ്ഞിന് ഉറങ്ങാനുള്ള സമയമായി. എന്താ എല്ലാവർക്കും ഒരു പരിഭവം? കുഞ്ഞിനോട് നിങ്ങൾക്കുള്ള സ്നേഹത്തിന്റെ ആഴം എനിക്ക് നന്നായി അറിയാം. നിങ്ങളെല്ലാം കണ്ണന് അമ്മമാർ തന്നെ. വന്നോളൂ, നമുക്കൊരുമിച്ച് കണ്ണനെ താരാട്ട് പാടി ഉറക്കാം. വന്നോളൂ.